ഹല്ലേലൂയ. അത് സമഭൂമിയായി തീരും. നീയല്ല സമഭൂമിയാണ്, മലകളെ സമഭൂമിയാകുന്നത്. വിശ്വാസത്താൽ നിൽക്കുന്നവൻ ആർക്കും കുലുക്കാൻ പറ്റത്തില്ല. പാറയിന്മേൽ പണിതിരിക്കുന്നവനെ ആർക്കും പറിച്ചു കളയുവാൻ പറ്റത്തില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടില് കള്ളപ്രവചനങ്ങൾ അല്ലെങ്കിൽ കള്ള ക്രിസ്തുക്കൾ എന്നിവരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രമാത്രം ഇതിനെയൊക്കെ ഗൗരവമായിട്ട് കാണുന്നു എന്ന് എനിക്കറിയത്തില്ല. കാരണം പല പല കള്ളപ്രവാചകന്മാരുടെയും തനിമുഖങ്ങൾ പുറത്തു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും വരുമെന്നും നിങ്ങളെ തെറ്റിക്കുമെന്നും ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടും ആരും അതിനെ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഇന്ന് ഇൻഡിപെൻഡൻസ് സഭകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു കാലത്ത്, അതായത് 2005 ശേഷമാണ്, 2005-6 കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ഇതുപോലുള്ള ഇൻഡിപെൻഡന്റ് സഭകൾ മനുഷ്യന്റെ ഇടയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് സാധാ ബെന്തിക്കോസുകാർ സാധാ രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്ന ചെറിയ പ്രസംഗങ്ങളും വേദികളും കൂട്ടങ്ങളും കൺവെൻഷനുകളുമായി കടന്നുപോയ വിഭാഗം പിന്നീട് ഇൻഡിപെൻഡന്റ് സഭകളിലേക്ക് മാറ്റപ്പെട്ടു. പല ആളുകളും അങ്ങനെ ഇൻഡിപെൻഡന്റ് സഭകളിലേക്ക് മാറാൻ തുടങ്ങി. കാരണം അവിടെ ബെന്തിക്കോസിൽ നിൽക്കുമ്പോൾ അവർക്ക് കൃത്യമായ സ്വാതന്ത്ര്യവും കാര്യങ്ങളും കിട്ടാതെ വന്നപ്പോൾ അവർ സ്വയമായി പാസ്റ്റേഴ്സായി, സ്വയമായി ഒരു വലിയൊരു ഒരു 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 കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഒരു സഭയുടെ സ്ഥാപകനായി, അല്ലെങ്കിൽ ഒരൊറ്റ ഒരാളായിട്ടുള്ള ആധിപത്യം സ്വീകരിക്കുന്ന സഭകളായിട്ട് മാറുവാൻ തുടങ്ങി. ഇതിനൊക്കെ മുമ്പേ വന്നതാണ് ഹെവൻലി ഫീസ്റ്റ് മുതലായ സഭകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹെവൻലി ഫീസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം. അപ്പൊ പല ആളുകളും അതിനകത്ത് പോയി പെട്ടിട്ടുണ്ട്. പല ആളുകളും ഇന്ന് അതിൽ നിന്ന് വിട്ടുപോയി അവരുടെ പാരമ്പര്യ സഭകളിലേക്ക് ചേക്കേറി എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പം ചേക്കേറിപ്പോയൊക്കെ നല്ല കാര്യം. കാരണം അവരൊന്നും സത്യമായിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിപെൻഡന്റ് സഭകളിലൊക്കെ നമ്മൾ കണ്ടുവന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ഇതിനകത്തോട്ട് കൂട്ടാനാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഇതിനകത്തേക്ക് ആകർഷിക്കാൻ എൻ്റെ രീതിയിൽ ഞാനൊരു സഭ തുടങ്ങാൻ പോവാണ് എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ എനിക്കങ്ങനെ സഭ തുടങ്ങേണ്ട ഒരു കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ എന്താണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ദൈവവചനം പഠിക്കുന്നവർക്കറിയാം എന്താണ് ദൈവവചനം പഠിപ്പിക്കുന്ന സഭയെന്നും ആ സഭ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ചിട്ടും അതിനെ നിരാകരിക്കുന്ന ഒരു കൂട്ടമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് മതങ്ങൾ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു, ഒരാളെ പിടിച്ചു, അയാൾ പറയുന്നത് അന്യഭാഷയൊക്കെയാണ് പറയുന്നത്. ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, അയാൾ ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് സഭയിലെ പാസ്റ്റർമാർ പറയുന്ന അതേ അന്യഭാഷ അദ്ദേഹം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ബൈബിൾ പോലും പഠിപ്പിക്കാത്ത, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം തങ്കൂബദല തോമസ് കുട്ടികൾക്ക് നയിക്കുന്ന ഹെവൻലി പീസ് എന്ന് പറയുന്ന സഭയിലേക്ക് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇവരുടെ ഒരു വാക്ക് കേട്ട് ബൈബിൾ എടുത്ത് തിരിച്ചവരുണ്ട്. ബൈബിൾ വചനം എന്താണെന്ന് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട് അതിനകത്ത്. എനിക്കറിയാവുന്ന പല സഭകളും അങ്ങനെ ബൈബിൾ വചനം കുറച്ചായിട്ട് കേട്ടിട്ട് അതിനെ വലിയ വിപുലമാക്കി എടുക്കുകയല്ല, പിന്നെ അതൊരു കച്ചവട മാർഗമാക്കി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ പ്രസ്ഥാനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഇൻഡിപെൻഡന്റ് സഭകൾ എന്ന് പറയാൻ. അപ്പൊ ഇവരുടെ എല്ലാം മോട്ടീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൃദ്ധി പറയുക. സമൃദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളുകൾ ഓടി വരും. കാരണം ഒന്നുമില്ലാത്തവനായിരിക്കും അങ്ങോട്ട് കടന്നു വരുന്നത്. അവൻ കുറെ കാലം അതിനകത്ത് നിന്ന് കഴിയുമ്പോ അവൻ മനസ്സിലാകും ഇതിനകത്ത് കള്ളത്തരമുണ്ടെന്ന്. കുറെ ആളുകൾക്ക് മനസ്സിലായി ഇതിനകത്ത് കള്ളത്തരമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഓടി അതിൽ നിന്ന് മാറി അവരുടെ പാരമ്പര്യ സഭകളിലേക്ക് അവര് ഓടിപ്പോകുന്നതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ഓരോ കാലത്തും എന്തിനാണ് മനുഷ്യരെ തെറ്റിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മനുഷ്യരെ പറ്റിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു ഈ പറയുന്ന സഭകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രവചനം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവർ അപ്പോസ്തോലന്മാരാണെന്ന് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ പറഞ്ഞു, ഞാൻ അപ്പോസ്തോലിക്.
എന്തടിസ്ഥാനത്തിലാണ് ഇവർ അപ്പോസ്തലന്മാരാകുന്നത്? അപ്പോസ്തലന്മാർ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ അടുക്കൽ വരുന്ന ഏത് രോഗികളും സൗഖ്യമായിരുന്നു. എന്ത് രോഗമായിരുന്നാലും അപ്പോസ്തലന്മാരുടെ ഇടയിൽ സൗഖ്യം ഉണ്ടായിരുന്നു. അവര് എന്താണെന്ന് അതിനുള്ള പ്രധാനമായ കാരണം പറയും. ഇവരുടെ ഇടയിൽ വരുന്നതിൽ, കാരണം ഒരു സ്റ്റേജിൽ ഒരു 100 പേര് വന്നെങ്കിൽ എന്ന് വിചാരിക്കുക. ആ 100 പേരിൽ 1 or 2 സെലക്ടഡ് പേഴ്സൺസിനെ മാത്രം വിളിച്ചുകൊണ്ട് ഇവര് പ്രവചിക്കും. സെലക്ടഡ് പേഴ്സണിനെ മാത്രം വിളിച്ചാണ് ഇവർ പ്രവചിക്കുന്നത്. കാരണം നിന്റെ വീട്ടിൽ അനുഗ്രഹം വരാൻ പോകുന്നു. പക്ഷെ ചിലപ്പോ നടക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ജോലിയിൽ അയാൾ തകർന്നിരുന്നായിരിക്കും. കാരണം ചെറിയൊരു മോട്ടിവേഷണൽ സ്പീച്ചിന്റെ ആവശ്യമേ അയാൾക്ക് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പൊ അയാൾ എന്നെ എടുക്കും, ആദ്യം നിന്നൊരു കുടഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ നല്ല വരുമാനമൊക്കെ ഒരു ആൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അയാളെ കൊണ്ടുവരുന്ന വരുമാനമെല്ലാം ഈ പാസ്റ്റർ കൊണ്ട് കൊടുക്കുകയാണ്, കാരണം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഈ പറയുന്ന പാസ്റ്റർ ഉയർന്നു പോവുകയാണ്. അയാളുടെ വിശ്വാസികൾ എന്ത് ചെയ്യാണ്? അതിനനുസരിച്ച് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും ദൈവവചന പ്രകാരമുള്ള സുവിശേഷങ്ങളോ അല്ലെങ്കിൽ ദൈവവചന പ്രകാരമുള്ള എന്താ പറയുക ദൈവവചന പ്രകാരമായി നടക്കുന്ന ഒരു കാര്യങ്ങളും അല്ല ഇതൊന്നും. ഇതൊക്കെയും എന്താണ്, മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. ഇപ്പൊ തങ്കുപതിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരു സൈഡിൽ എപ്പിസ്കോപ്പൽ സഭകളെ സപ്പോർട്ട് ചെയ്യുന്നു, അതിന്റെ അപ്പുറത്ത് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഇവിടെ പ്രസംഗം നടത്തുന്നു. അപ്പൊ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നു. കാശുണ്ടാക്കാൻ ഒരു വരുമാനമായി ഈ മാർഗവുമായി ഇതിനെ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ജനുവരി 1 പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നാഗമ്പടത്ത് കൂടുക, എല്ലാ വർഷവും നാഗമ്പടത്ത് അവർ കൂടും. നാഗമ്പടത്ത്, കോട്ടയത്ത് നാഗമ്പടത്ത് വലിയ സ്റ്റേജൊക്കെ കെട്ടി ലക്ഷങ്ങളെ വരുത്തുമ്പോഴാണ് ഇവർക്കൊക്കെ ഉള്ള വരുമാന മാർഗം കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിൽ അപ്പോസ്തലന്മാരോ അതുപോലെ തന്നെ നമ്മുടെ യേശു കർത്താവ് പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് ഇവര് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാലകാലങ്ങളായിട്ട് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ സൗഖ്യത്തെ കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ തുടക്കത്തിൽ ഒരു ക്യാൻസർ ബാധിതനായ ഒരു മനുഷ്യൻ ഇവർക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞു. ഈ പറയുന്ന ഹെവൻലി ഫീസ്റ്റ് സഭയ്ക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം എത്ര നാൾ ജീവിച്ചിരുന്നു എന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചിരുന്നോ? ഇല്ല. ഒരു ചെറിയ നേരത്തേക്കുള്ള സൗഖ്യം അയാൾ വിളിച്ചു പറഞ്ഞു. ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നായിരിക്കും, അയാൾക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു ക്ലാസ് നൽകി കാണും. അത്ര മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു രോഗസൗഖ്യം എന്നോ ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല. പിന്നെ പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രവചനങ്ങൾ പല രീതിയിലുണ്ട്. ആർക്ക് വേണമെങ്കിലും പ്രവചിക്കാം. വെളിച്ചപ്പാടത്തെ പ്രവചിച്ചു, അവർ കർത്താവിന്റെ ദാസന്മാരല്ലേ എന്നാണ് പൗലോസിനെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞത്. പൗലോസ് അപ്പൊ തന്നെ അതിനെ ആട്ടിക്കളഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടാത്മശക്തികളും ഈ ലോകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നു ഇവരുടെ കൂടെ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ഇവർക്ക് പലതിനെയും വിവേചിച്ചറിയാൻ കഴിയും. ഇവർ നടത്തുന്നത് ശരിയായ സുവിശേഷമായിരിക്കും. കാരണം സ്വർഗത്തിലേക്ക് പോകാനുള്ള സുവിശേഷമായിരിക്കും. പക്ഷെ ഇവർ സ്വർഗത്തിലേക്കുള്ള സുവിശേഷമല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്ന എന്താ പറയാ, ദൈവവചനത്തിൽ ഇല്ലാത്ത സുവിശേഷം, അതാണ് ഇവര് പ്രസംഗിക്കുന്നത്. അവർ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രാജ്യത്തേക്ക് പോകുന്ന ഒരു കാര്യങ്ങളും ഈ പറയുന്ന അവരുടെ ആൾക്കാരെ അവർ പഠിപ്പിക്കുന്നതേ ഇല്ല. വളരെ റെയറായ കാര്യമാണ്. സമൃദ്ധി എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കയ്യിലെ പണം എങ്ങനെ ഉണ്ടാക്കി അവർക്ക് എടുക്കാം എന്നുള്ള കാര്യമാണ് അവര് ഈ വചനത്തിലൂടെ അവർ പ്രഘോഷിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രഘോഷിപ്പിക്കുന്ന ഇവർക്ക് എന്താണ് ഒരു കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. കർത്താവിന്റെ രാജ്യം വരുമ്പോൾ ഇതെല്ലാം കണക്ക് കൊടുക്കേണ്ടതായി വരുമെന്നുള്ള കാര്യം ഇവരാരും ചിന്തിക്കുന്നില്ല. ഇവരങ്ങ് ചെയ്യുകയാണ്. അപ്പം കർത്താവിന്റെ രാജ്യത്തേക്ക് പോകാനുള്ള സുവിശേഷമാണ് അറിയിക്കേണ്ടതിന് പകരം സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ പറ്റിക്കുന്ന സുവിശേഷങ്ങൾ മാത്രമാണ് ഇവരുടെ ഇടയിൽ. ഒരു ചെറിയൊരു രോഗസൗഖ്യം പോലും നടക്കുന്നില്ല. ചെറിയ മുഴ സൗഖ്യം എന്ന് പറയും, അല്ലെ? മുഴ സൗഖ്യമായി എന്ന് മാത്രം പറയും. അല്ലാതെ വേറൊന്നും ഇവർക്ക് പറയാനില്ല. മുഴ സൗഖ്യമായി, അല്ലെങ്കിൽ ചെറിയൊരു ഇത് സൗഖ്യമായി, ഒരു ക്യാൻസർ സൗഖ്യമായതായിട്ട്, ഒരു ബ്രെയിൻ ട്യൂമർ സൗഖ്യമായിട്ട്, ഒരു മനുഷ്യൻ ഒത്തിരി നാൾ ജീവിച്ചിരുന്നതായിട്ടൊന്നും യാതൊരുവിധ തെളിവുകളും അവർക്ക് രഘുവാനായിട്ട് തന്നിട്ടില്ല. പക്ഷെ ഇവര് രോഗികളെ കാണുമ്പോൾ ഇവർക്ക് അറിയാവുന്ന പറഞ്ഞു, ഇവർക്കിപ്പം ഒരു സെൻസ് കാണുമല്ലോ. അങ്ങനെ ഒരു സെൻസ് ഉണ്ടെങ്കിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവാചകന്മാരാണെന്ന്, അപ്പോസ്തലന്മാരാണെന്ന് ഇവർ വാദിക്കുന്നുവെങ്കിൽ ഇവർക്ക് എല്ലാവരെയും സെൻസ് ചെയ്യാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാ മനസ്സുകളെയും
കാണുവാനായിട്ട് ഇത് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു അല്ലേ ഇവരുടെ കൂടെ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ ഇരുന്നപ്പോ ആ മറ്റേ ആ ധനവാനായ മനുഷ്യന്റെ ഉള്ളിലേക്ക് നോക്കിയെന്നാ പറഞ്ഞു, നിന്നിൽ ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വെച്ച് ദരിദ്രർക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ അയാൾ എന്താ പറഞ്ഞത്? അയാൾ വേദനിച്ച് കിടന്നുപോയെന്നാ പറഞ്ഞത്. അപ്പൊ കർത്താവിന് അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ അറിയാം. ഇവർക്ക് ഉള്ളിലെ കാര്യമൊന്നും അറിയില്ല. ചുമ്മാ ഒരു സൗഖ്യം പറഞ്ഞേക്കാണ്. കാരണം ചിലപ്പോൾ ഇവർ സെലക്റ്റഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളുകളായിരിക്കാം. കാരണം വെറും ആക്ടിങ്ങുകൾ മാത്രമായിരിക്കാം. സ്റ്റേജുകളിൽ ആക്ടിങ്ങുകൾ മാത്രം നടത്തി ആളുകളെ മോട്ടിവേഷൻ നടത്തി വിടുന്ന ക്ലാസ് അല്ലാതെ ഒരു പ്രവചനമല്ല. ഇതെല്ലാം കണക്കുകൂട്ടലുകളുടെ പ്രവചനങ്ങൾ മാത്രമാണ്. കാരണം എന്റെ അനുഭവത്തിൽ പലർക്കും ഇവർ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. പല പ്രവചനങ്ങളും പാളിയതായിട്ട് ഞാനും കണ്ടിട്ടുണ്ട്. അല്ലെ, പലർക്കും ഭയങ്കര അനുഗ്രഹങ്ങളൊക്കെയാണ്. പക്ഷെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യും? അവരുടെ പാരമ്പര്യ സഭകളിലേക്ക് അവർ കടന്നു പോകുന്നതും, അതുപോലെ കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അവർ ജീവിച്ച ഈ ലോകത്തു നിന്നും വിട പറയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും കർത്താവിലേക്ക് കൊണ്ടുപോകുന്ന സുവിശേഷങ്ങളല്ല. ഇതൊക്കെ ഈ മനുഷ്യനെ പറ്റിക്കുന്ന സുവിശേഷങ്ങൾ മാത്രമാണ്. ഈ രോഗസൗഖ്യങ്ങൾ എന്ന് പറയുമ്പോൾ രോഗസൗഖ്യങ്ങൾ നടക്കുന്നു, കർത്താവ് വരുന്നു, അത്ഭുത രോഗശാന്തി നടക്കുന്നു. ഇതൊക്കെ വെറും കണക്കുകൂട്ടൽ മാത്രമാണ്. അല്ലെ, വെറും കണക്കുകൂട്ടൽ മാത്രമാണ്. കർത്താവിന്റെ രാജ്യം വരുവാനായിട്ട് കാത്തിരിക്കുന്ന ദൈവവചനമാണ് അനുസരിക്കേണ്ടത്. ഈ പറയുന്ന എന്നെയല്ല അനുസരിക്കേണ്ടത്, ദൈവവചനത്തെയാണ് അനുസരിക്കേണ്ടത്. ദൈവവചനം എന്ത് പറയുന്നു, കർത്താവിന്റെ വചനം എന്ത് പറയുന്നു, അത് അച്ചട്ടായിട്ട് അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് ഓരോരുത്തരും. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ദൈവവചനം പറയുന്ന ഏക ദൈവത്തെ, ഏക സത്യ ദൈവത്തെ മനസ്സിലാക്കി ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ആയിരിക്കും. കർത്താവ് വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ കള്ളപ്രവാചകന്മാരുടെ പുറകെയും കള്ളക്രിസ്തുക്കളുടെ പുറകെയും പോകുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും. കാരണം ഇവരൊക്കെയും പലപ്പോഴും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. കർത്താവേ ഞങ്ങൾ നിങ്ങളുടെ നാമത്തിൽ പല അത്ഭുതങ്ങൾ കാണിച്ചു, അടയാളങ്ങൾ കാണിച്ചു. അപ്പൊ കർത്താവ് അവരെ നോക്കിയിട്ട് പറയും, ഞങ്ങൾ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് ഇവർ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ പുറകെ പോയി നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സമയവും കളയരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് ഈ രോഗസൗഖ്യക്കാർക്കെതിരെയുള്ള വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.